ഹോർത്തൂസിൻ്റെ ഈ ഒരു വേദിയിൽ നമ്മളോടൊപ്പം ഇരിക്കുന്നത് പോരാട്ടത്തിൻ്റെ രക്തം സിരകളിൽ ഓടുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. നമുക്കൊക്കെ നരച്ച താടിയും മീശയും ഒക്കെ ഉണ്ട്, കറുത്ത മുടിയുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ ഇവർ മനസ്സുകൊണ്ട് ഞാൻ കണ്ട ഏറ്റവും വലിയ ചെറുപ്പക്കാരാണ്. അപ്പോൾ എനിക്കതിൽ കൂടുതൽ അറിയാവുന്ന ആൾ വാസുവേട്ടനാണ്. വാസുവേട്ടൻ്റെ ഒരു പോരാട്ട വീര്യം ഈ കേരളക്കരയാകെ കണ്ടതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. വാസുവേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനേ ഉള്ളൂ. അത് പിന്നീട് ഗ്രോ വാസു എന്നറിയപ്പെട്ട വാസുവേട്ടനാണ്. ഓർമ്മ വെച്ച കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകാരനാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് തന്നെ അടിയുറച്ചു നിൽക്കുകയും അതിൻ്റെ അന്വേഷണങ്ങളും അതേസമയം അതിൻ്റേതായ സന്ദേഹങ്ങളും ഒറ്റയ്ക്കാണ്. വാസുവേട്ടൻ അങ്ങനെ ഒരുപാട് അണികളുള്ള ഒരു സംഘത്തിൻ്റെ നേതാവൊന്നുമല്ല. എന്നിട്ട് പോലും ഈ 91 വയസ്സിൽ 96 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു 15 ദിവസത്തോളം കോഴിക്കോട് ജയിലിൽ കിടക്കേണ്ടി വന്നു. 1.5 മാസം. ജാമ്യം വേണ്ട എന്ന് പറയുന്ന എതിർപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന എത്ര പേരുണ്ടാവും? ഒരു ജാമ്യം കിട്ടാൻ വേണ്ടി ഒളിവിൽ കഴിയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ചെയ്ത തെറ്റ് ലോകം മുഴുവൻ അറിഞ്ഞിട്ടും എനിക്ക് ജാമ്യം തന്നില്ലെങ്കിലോ എന്ന് പേടിച്ച് ഒളിവിൽ പോകുന്ന ആൾക്കാരുടെ കാലത്താണ് വാസുവേട്ടനെ പോലത്തെ എനിക്ക് ജാമ്യം വേണ്ടടോ. മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ സ്വന്തം ജാമ്യത്തിൽ വിടാം. അതിന് ജാമ്യം തരാൻ ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. കുറ്റം ചെയ്യാത്ത എനിക്കെന്തിനാ ജാമ്യം? അങ്ങനെയുള്ള വാസുവേട്ടനെ ഞങ്ങൾ ജയിലിൽ പോയി കണ്ടിരുന്നു. ജയിലിൽ വാസുവേട്ടന് അവിടെയുള്ള വാർഡന്മാരൊക്കെ കൊടുക്കുന്നൊരു ബഹുമാനം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞങ്ങൾ സമയം കഴിഞ്ഞൊരു നേരത്താണ് ഞങ്ങൾ പോയത്. ഒരാൾക്കേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വാസുവേട്ടനെയാണ് കാണാൻ പോകുന്നത് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആൾ പ്രവേശിപ്പിച്ചു. എൻ്റെ വ്യക്തി ജീവിതത്തിലും വാസുവേട്ടൻ പല ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ വാസുവേട്ടൻ നടത്തിയ സമരം ഏറ്റവും നീണ്ടു നിന്ന 36 ദിവസം 38 ദിവസം വരെ 33 ദിവസം നീണ്ടു നിന്ന നിരാഹാര സമരം ഒരു ചരിത്ര സംഭവമായി മൊയിൻ ബാപ്പുക്ക എന്ന് പറയണോ? എല്ലാവരും മൊയിൻ ബാപ്പു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായി. ബാപ്പു എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം അതിലുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയിട്ട് മാവൂർ ഗോളറേൻസിലെ പരിസ്ഥിതി വിനാശത്തിന് അത് ഉണ്ടാക്കുന്ന ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ ഉണ്ടാക്കുന്ന മലിനമാക്കുന്ന ഈ ഫാക്ടറി മാലിന്യങ്ങൾക്കെതിരെ നടത്തിയ ദീർഘമായ സമരം 33 ദിവസം പിന്നിട്ടപ്പോൾ കോഴിക്കോട് നഗരം ആരും ആവശ്യപ്പെടാതെ സ്തംഭിച്ചു. ഒരു നഗരം മുഴുവൻ ഒറ്റക്കെട്ടായി സ്വയം ബന്ദ് പ്രഖ്യാപിച്ച ഒരേ ഒരു സമരമേ ഈ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അത് മാവൂർ ഗോൾഡ് റേസിന് എതിരെ നടന്ന ഈ സമരമാണ്. ഈ 2 മഹാപ്രതിഭകൾ, അതായത് ഒരാൾ പ്രതിഭയാവണമെങ്കിൽ അയാൾ സാഹിത്യം എഴുതണമെന്നോ അല്ലെങ്കിൽ അയാൾ വലിയ കലാകാരനാവണമെന്നോ ഒരു സിനിമാ നടനാവണമെന്നോ സംവിധായകനാവണമെന്നോ ഒന്നല്ല. ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ഒരാളെ പ്രതിഭാധനാക്കുന്നത്. നീതിക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന മനുഷ്യർ, ഇവരാണ് ഇതിഹാസകാരന്മാർ. ഇവർ ഇതിഹാസമാണ്. ഈ 2 ഇതിഹാസങ്ങളോടൊപ്പം ഇരിക്കാനുള്ള എൻ്റെ ഒരു യോഗ്യതയെപ്പറ്റി ഞാൻ സംശയിക്കുന്നത്. കാരണം ഇത്രമാത്രം മനക്കരുത്തും മനസാന്നിധ്യവും പോരാട്ട വീര്യവും എനിക്കില്ല, പുതിയ തലമുറയ്ക്കില്ല. എന്നാൽ ഇപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നത് തന്നെ പലപ്പോഴും 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണുള്ളത്. ഇപ്പോഴും പോരാട്ട വീര്യം അസ്തമിക്കാത്ത മനസ്സുള്ള നിങ്ങളുടെ മുമ്പിൽ ഇവരെ പരിചയപ്പെടുത്താൻ എനിക്ക് അതിയായ ആഗ്രഹവും സന്തോഷമുണ്ട്. ഈ പറയേണ്ടത് ഇവരാണ്, ഞാനല്ല. പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യം തന്നെ വാസുവേട്ടനോട് ചോദിക്കാം, എന്താണ് വാസുവേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാലവും ഫൈറ്റ് ചെയ്യുന്നത്? അതായത് പോരാട്ടം, അവസാനം വരെ പോരാട്ടം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്ത, ഒരു തോട്ട് വരണമെങ്കിൽ അത് ഒരു മാർഷൽ ലെനിനിസം മാത്രം പോരാ.
അല്ലാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വേറൊരു ഫയർ വേണം. അതിൻ്റെ മുകളിലാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ കുടുംബസ്ഥനല്ല, ഒന്നുമില്ല, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയുന്ന ആളാണ് നിങ്ങൾ. ഞാൻ വന്ന് കണ്ടതാണ്. അപ്പോൾ ആ ഒരു പോരാട്ട വീര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് നിങ്ങളിങ്ങനെ പ്രചോദിപ്പിക്കുന്നൊരു കാര്യം? പ്രിയപ്പെട്ട ജോയ് മാത്യു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് പൂ, ഇവിടെ ഞങ്ങളെ കേൾക്കാൻ വേണ്ടി അവരുടെ സമയം, അവരുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, ജോയ് മാത്യു നൽകിയിരിക്കുന്ന ചോദ്യം ഒരു പക്ഷെ ഞാനിവിടെ ഒരു പുലർച്ചെ വരെ ഇരുന്ന് സംസാരിച്ചാലും തീരാത്ത രീതിയിലുള്ള വലിയൊരു ചോദ്യമാണ്. എങ്കിലും ഞാൻ അതിനെ സംഗ്രഹിച്ച് ചില കാര്യങ്ങൾ പറയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ നീതി അനീതി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത കാലത്ത് തന്നെ അച്ഛനമ്മമാരുടെ പ്രവൃത്തികളിൽ നിന്നും എൻ്റെ വലിയച്ഛൻ്റെ പ്രവൃത്തികളിൽ നിന്നും എൻ്റെ മുത്തപ്പൻ, അദ്ദേഹവും 96 വയസ്സിലാണ് മരിച്ചത്. എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് വലിയ നല്ലൊരു ദിവസമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ മുത്തപ്പൻ്റെ പ്രായത്തിനോട് ഞാൻ വന്നിരിക്കുകയാണ്. 96-ാമത്തെ വയസ്സിലാണ് എൻ്റെ മുത്തപ്പൻ മരിക്കുന്നത്. അദ്ദേഹം സ്റ്റാലിൻ്റെ ആളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സ്റ്റാലിനെ ജയിക്കുള്ളൂ എന്ന് ഒരു 8 or 9 വയസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, ഞങ്ങൾ താമസിച്ച വീട് വളരെ വളരെ പ്രസിദ്ധരായിട്ടുള്ള മഹാന്മാരായ മനുഷ്യർ തൊട്ടടുത്ത് എൻ്റെ തൊട്ട പറമ്പ് തന്നെ നമ്മുടെ കോഴിക്കോട് മുഴുവൻ അറിയപ്പെട്ട ബാലഗോപാൽ എന്ന ബേബിയേട്ടൻ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ 11-12 വയസ്സിൽ ആണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം അയ്യത്താൻ ഗോപാലനാണ് ഞങ്ങളുടെ പ്രദേശത്തെ നവോത്ഥാന നായകൻ. അദ്ദേഹമാണ് സവർണർക്കെതിരെ തോക്കെടുത്ത മനുഷ്യനാണ് അദ്ദേഹം പിന്നെ നട്ടുപിടിപ്പിച്ച ആ 10 ഏക്കർ ഭൂമി ഇത്ര സൗന്ദര്യം നിറഞ്ഞ ഒരു പിന്നെ പ്രദേശം ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. പിന്നീട് ധാരാളം സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചെങ്കിലും അത്തരമൊരു മനോഹരമായിട്ടുള്ള വിവിധ രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ, വിവിധ പുഷ്പങ്ങൾ, വിവിധ പുഷ്പമരങ്ങൾ, അത്തരമൊരു സ്ഥലത്ത് അവരോട് ചേർന്ന് ഒരുപക്ഷെ അവരുടെ ജോലിക്കാർ എന്നുള്ള നിലയിൽ, അവരുടെ ഒരു മേസ്ത്രി എന്ന നിലയിലായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ അനുജനും ആ വീട്ടിലും ആ പരിസര പ്രദേശങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വളർന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഞാനറിയാതെ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിനോദവും ഫുട്ബോളും മെയിൻപിടുത്തമാണ്. അത്തരമൊരു വിനോദമായിട്ടല്ലാതെ ഇതൊക്കെ ഒരു വലിയ കാര്യമായി ഈ അടി മുഴുവൻ വാങ്ങിക്കുന്ന സമയത്തും അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 48-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്ന സമയത്ത് അത് ശരിക്കും ഒരു വിനോദം തന്നെയായിരുന്നു എനിക്ക്. അന്നത്തെ അവരുടെ അടിയുടെ പാട് ഇപ്പോഴും ശരീരത്തിലുണ്ട്. പക്ഷേ നക്സലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന അടിയുടെ കാര്യത്തിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പാടുകളൊന്നുമില്ല, പല സ്ഥലത്തൊന്നും ഒത്തതില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ എന്തൊക്കെയോ വലിയ കാര്യം ചെയ്തു എന്നോ കുറച്ച് ത്യാഗം ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ കാര്യത്തിന് ഞാൻ അങ്ങനെ കാണുന്നില്ല. അനീതി കണ്ടാൽ അത് ചോദ്യം ചെയ്യാതെ അവിടുന്ന് പോകാൻ എനിക്ക് പറ്റില്ല. അത് പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്വഭാവവിശേഷമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് എൻ്റെ വായന, എൻ്റെ ജീവിതം, ഒരു 10-500
തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. അത് 16ാമത്തെ വയസ്സിൽ. അതാണ് എൻ്റെ സർവകലാശാല. അതിന് പിന്നെ ദേശപോഷിണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞങ്ങളുടെ പ്രദേശത്ത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ലൈബ്രറി. അവിടുന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഞാൻ ഫാക്ടറിയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വായിച്ചു ചേർത്തിട്ടുണ്ട്. 12-13 വയസ്സിൽ ഞാൻ അവിടെ മെമ്പറാണ്. അപ്പം ഇങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു തൊഴിലാളിയാണ് ഞാൻ. 5ാം ക്ലാസ് വരെ പഠിച്ച. കൂടുതൽ പഠിപ്പിക്കാൻ എൻ്റെ അച്ഛനും കുടുംബത്തിനും വഴിയില്ലാത്തതും കൊണ്ട് തന്നെയാണ് 5ൽ നിർത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ലൈബ്രറി, ദേശഭൂഷണി ലൈബ്രറി എനിക്ക് ശരിക്കും ഒരു സർവകലാശാലയുടെ ായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും തന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഞാൻ വളർന്നു വന്നു. അത് അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ഒരു പക്ഷേ എന്നിൽ രൂപം കൊണ്ട അതിൻ്റെ മുമ്പുള്ള ജീവിത അനുഭവങ്ങളെ കൊണ്ടായിരിക്കണം. പിന്നീട് ഞാൻ എന്തെങ്കിലും മാസത്തിൽ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം തിരിഞ്ഞു നോക്കുന്നത് വിവിധ ഫാക്ടറികൾ. ഇപ്പം കോമൺവെൽത്ത് യൂറോപ്യൻ സാഹിബ്മാരതാണ് ഏറെക്കുറെ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് 4000-ഓളം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാപനമാണത്. അവിടെ വലിയ സമരങ്ങൾ നടത്തി 3 ഇരട്ടി കൂലി വർധനവ് വരെ ഉണ്ടാവുന്ന ഒരവസ്ഥ. അതൊരു പക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കാത്തതാണ് കോഴിക്കോട് നഗരം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും ആ യൂറോപ്യൻ മാനേജ്മെൻറ്റ് എനിക്ക് വലിയൊരു ഓഫർ നൽകി. നീ ചെയ്തതിൻ്റെ നീ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ കൊടുത്തതെന്ന് അവരുടെ വേണ്ടി ജയചന്ദ്രൻ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതൊരു വലിയ ഓഫറാണ്, ഒരു യൂറോപ്യൻ ഓഫറാണ്. വേണമെന്ന് വെച്ചാൽ എനിക്ക് അന്ന് നന്നായിട്ടൊരു വ്യാപാരം സംഘടിപ്പിക്കാനും നന്നായിട്ട് പ്രവർത്തിക്കാനും വലിയ കോടീശ്വരനാവാനും കഴിയായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുന്നവരെ എനിക്കറിയാം. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അതൊരു കഴിവായിട്ട് ഞാൻ ഇന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. എൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യണം. പിന്നീട് അവരെനിക്ക് പല ഓഫറുകളും തന്നു. അവിടെ തന്നെ ഒരു ഉന്നത ബിരുദധാരിക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഉദ്യോഗം ഉണ്ടായിരുന്നു. അതവരെനിക്ക് ഓഫർ ചെയ്തു. എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു, ഈ തൊപ്പിയൊന്നും എനിക്ക് പറ്റില്ല. അതൊക്കെ കേട്ട് നിൽക്കുന്ന ധാരാളം മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. ഈ ഇവിടുത്തെ പ്രസിദ്ധനായിട്ടുള്ള കുഞ്ഞിരാമ മേനോൻ കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ഭാസ്കർ നായരാണ്. അദ്ദേഹം അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് മാത്രമാണ് ഈ വിവിധങ്ങളായിട്ടുള്ള അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജനകീയ പോരാട്ടങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്തതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ അത് പല വിനോദങ്ങളിലൊന്നായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇതാണ് എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചും പോരാട്ടത്തിനെ സംബന്ധിച്ചും അത് എന്തിനൊക്കെ പോരാടി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ഒരു പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഒരു കോൺസ്റ്റബിൾ, കോഴിക്കോട്ടെ ഒരു കോൺസ്റ്റബിൾ എൻ്റെ ഒരു സംഗ്രഹിച്ച ജീവചരിത്രം എഴുതി കൊണ്ട് തന്നു. അത് നോക്കിയപ്പോൾ അപ്പോൾ ഇതിലൊക്കെ ഞാൻ കടന്നു വന്നിട്ടുണ്ടോയെന്നാണ് അപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനെ സംബന്ധിച്ച് ജോയ് മാത്യുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിൽ ഞാൻ അങ്ങനെ വന്നു. അതിനെന്തെങ്കിലും ഒരു ത്യാഗം ചെയ്തെന്ന് ഇപ്പോഴും തോന്നിയില്ല, ചെയ്യുന്ന സമയത്തും തോന്നിയില്ല. ഇത് ജനങ്ങൾക്ക് കുറേ ഉപകാരങ്ങൾ വന്നിട്ടുണ്ട്. പലരും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പിന്നീട് എന്നോട് പറയുണ്ടായി. എന്തായാലും ഈ കാര്യത്തിനെ സംബന്ധിച്ചൊന്നും വലിയ അഭിമാനിക്കാവുന്ന വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് ഇപ്പോഴും തോന്നുന്നില്ല. ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം സുഹൃത്തുക്കളെ കിട്ടിയില്ല. അത്ര സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിട്ടുള്ള ഞാൻ കാണുന്നത്, അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. 96ാമത്തെ വയസ്സിലും ധാരാളം സുഹൃത്തുക്കൾ
എന്നെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ടും ട്രെയിനിൽ പോകുന്നേരം പിന്നെ വളഞ്ഞു വെച്ച് സെൽഫി എടുക്കുന്ന സമയത്തുമൊക്കെ ഞാൻ അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. ഇവിടെ പങ്കെടുത്ത നിങ്ങളോടും, നിങ്ങളിൽ പലരും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഊഷ്മളമായി അഭിവാദ്യം പറയും. ഒരു സന്തോഷ വാർത്ത ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മളുടെ ചെറുപ്പക്കാരനായ വാസുവേട്ടൻ്റെ ജന്മദിനാണെന്ന്. അധികം പ്രായമൊന്നും ആയിട്ടില്ല, 96 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ വാസുവേട്ടനൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആശംസിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കുക. നേരത്തെ അറിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങി മുറിക്കായിരുന്നു. ഇപ്പോൾ വൈകിയ വേളയിലാണ് നമ്മളത് അറിഞ്ഞത്. വാസുവേട്ടൻ്റെ ദീർഘമായ ജീവിതാനുഭവങ്ങൾ പോലെ തന്നെ ഈ മൊയിൻ ബാപ്പു എന്ന് പറഞ്ഞ ഈ മഹാമനുഷ്യനെ, മറ്റൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനും പ്രായം കുറവാണ്, 106 ആയിട്ടുള്ളൂ. 106 വയസ്സിലും ഞാൻ ചോദിച്ചു നേരത്തെ എത്ര വയസ്സായി, ഒരു 105-106 ആയിട്ടുണ്ടാവുമെന്ന്. അദ്ദേഹത്തിന് എന്നെ കൃത്യം ഓർമ്മയില്ല. പക്ഷേ ആ പ്രായത്തിലും ഇവർ കാണിക്കുന്ന ഈ പോരാട്ട വീര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി 8 പ്രാവശ്യത്തോളം യാത്ര ചെയ്ത ആൾക്കാരാണ് ഈ രണ്ടാൾക്കാരും. ഇവിടുത്തെ ഏത് യുവജന സംഘടന നേതാക്കളുണ്ടാവും ഇത്ര ദിവസം നടന്ന് സമരം ചെയ്തിട്ടുള്ളത്? മൊയിൻ ബാപ്പുവിനെ പറ്റി എനിക്കും വാസുവേട്ടനെ അറിയുന്ന മാതിരി അത്ര അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരാട്ട ചരിത്രം, സമരചരിത്രം, ഇങ്ങനെ ഈ പോരാട്ട ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പു സാഹിബിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മനോരമൻ്റെ എല്ലാ പ്രവർത്തകന്മാരും, മനോരമയിലെ എല്ലാ പ്രവർത്തകന്മാരും അധികം ആളും ഞങ്ങളെ അറിയാതിരിക്കില്ല. എങ്കിലും ഞാൻ സംസാരിക്കാൻ നിന്നാൽ, അതായത് എനിക്ക് 100ൻ്റെ മേലുണ്ടെന്നുള്ള ഒരു ചെറിയ ധാരണയിൽ എത്തിക്കണമല്ലോ. അപ്പോൾ അത് പോട്ടെ. അതായത് CVC വാര്യർ ഞാനും വാസുവേട്ടനും നിരാഹാരം എടുക്കുമ്പം പറഞ്ഞു, അതായത് നോമ്പ് നോൽക്കണം. ഞാൻ പറഞ്ഞു, വാസുവേട്ടാ, ഞാൻ നോൽമ്പ് നോൽക്കണമെങ്കിൽ, അല്ല ഡോക്ടറെ, ഞാൻ നോൽമ്പ് നോൽക്കണമെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുന്ന ആളാണ്. റംസാൻ മാസം വന്നാൽ ഞാൻ നോമ്പ് നോൽക്കും. നിങ്ങൾക്ക് ഗ്ലൂക്കോസ് കയറ്റിയിട്ട് ഇതാവണം എന്നുള്ളതാണല്ലോ ഞങ്ങൾ മരിക്കുന്നതിന് എതിരാണല്ലോ ഇപ്പോൾ ഒക്കെ. അതേ അവസരം പിന്നെ ഈ നിരാഹാരം എടുക്കുമ്പം ഇന്ന സമയത്ത്, അപ്പം നോമ്പ് നോൽക്കുന്നതിന് ഞാൻ പറഞ്ഞ്, നിങ്ങളൊരു പണി ചെയ്തോളി, ഒരു 7 മണിൻ്റെ ശേഷം വന്നിട്ട് ഗ്ലൂക്കോസ് കയറ്റിക്കോളി. പിന്നെ നിങ്ങൾക്ക് ഒരു രാത്രി ഒരു 3 മണിൻ്റെ ശേഷം വന്നിട്ട് ഗ്ലൂക്കോസ് കയറ്റിക്കോളി. എന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. മറ്റേ സൂചി, അതായത് ഇവിടുത്തെ പുതിയ ആശയക്കാരെ ഇതിലാണ് ഡോക്ടർ വന്നത് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ള അങ്ങനെയാണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേറെ കേസാണ്, എൻ്റെ കേസ് എൻ്റെതാണ് എന്നാ ഞാൻ പറഞ്ഞു. അപ്പോളേ ഞാനിപ്പം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വെറുപ്പും സന്തോഷവും ഒക്കെ ഉണ്ടാവും. എന്നാലും ഇന്ന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വെറും എൻ്റെ ഊരൻ്റെ എല്ല് പൊട്ടിയിട്ട് വെറും പച്ചവെള്ളത്തിലാണ്, 1 നമ്പർ പച്ചവെള്ളം. ആ വെള്ളത്തിൽ നിന്നാണ് ഞാനിന്ന് നിങ്ങളെ അടുത്തൊക്കെ എത്തി. വാസുവേട്ടൻ്റെ കൂടെ വന്ന് മറ്റോടത്ത് പോയി. ഈ മണ്ഡൽ കമ്മീഷൻ, മറ്റേ കമ്മീഷൻ, ഇതിനൊക്കെ പോകൽ വാസുവേട്ടൻ പറയും, വാസുവേട്ടൻ നമ്മൾ നിലമ്പൂരൊന്ന് പോകണം മൊയിൻ ബാപ്പു, അതിങ്ങനെ ആദിവാസികൾ അങ്ങനെ ആയിക്കോട്ടെ വാസുവേട്ടൻ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് കൈകാര്യം ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നം ആർക്ക് അവിടെ മരിച്ചു കിടക്കണമെന്ന് പറഞ്ഞാലും വാസുവേട്ടൻ വിളിച്ചാൽ ഞാൻ അവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഓരോ നിലക്കും പോകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ അല്ല കുറച്ച് പറയണം, അല്ല ഞാൻ ഒന്ന് കുറച്ച് പറഞ്ഞു
അതായത് ലോകത്തിൽ ഏറ്റവും ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഗൾഫും മറ്റുമൊക്കെ പെട്ട് അവിടെയൊക്കെ കൂടുതലും മുസ്ലിമീങ്ങളാണുള്ളത്. പിന്നെ പാകിസ്ഥാനുകാർ, മറ്റോടത്ത് ഹിന്ദുക്കൾ, ഇവിടെ മറ്റോടത്ത് പല ജാതിയുണ്ട്. എങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം പാവപ്പെട്ട മനുഷ്യന്മാരാണ്. ഞങ്ങൾക്കിപ്പോൾ വേറെ, എനിക്കും ബാസേട്ടന് വേറെ പണിയില്ല. പാവപ്പെട്ടവരെ എവിടെ വീണ് കിടക്കുന്നുണ്ടോ അവരെ കൊണ്ടുപോയി രക്ഷിച്ച് അവർക്ക് എന്ത് വേണം? വീട് വേണം, കുടി വേണം, മറ്റു വേണം, കുടുംബം വേണം. അതാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ അതേമാതിരി വാസോട്ടം പിന്നെ മൂപ്പരെ കുടുംബജീവിതം കുറച്ച് പറഞ്ഞെങ്കിൽ ഞാനും വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വലുതായതാണ്. ദാരിദ്ര്യം വെച്ചാൽ പാലക്കാട് ജില്ലയിൽ, അതായത് ഇന്നിപ്പോൾ കൊണ്ടോട്ടിയിലുള്ള തങ്ങൾപ്പാപ്പ കൈറോ വന്ന് പിന്നെ ബോംബെയിൽ വന്ന്, ബോംബെയിൽ നിന്ന് ചെക്കുന്ന മല എന്ന് പറഞ്ഞ് മലമ്മൽ വന്നിട്ട് പുല്ലും പിന്നെ മണ്ണും കല്ലും ഒക്കെ കഴിച്ച് അങ്ങനെ എറുമ്പ് മുതൽ ഈച്ച വരെ ആ സാധനങ്ങൾക്ക് ജീവനിടിച്ച് പാപ്പനെ, എൻ്റെ അതേമാതിരി എൻ്റെ പാപ്പനെയാണ് കുഞ്ഞർമുട്ടിപ്പാപ്പ എന്ന് പറഞ്ഞ ആളും. അപ്പം മൂപ്പര് പോയി ആ മലയിൽ നിന്ന് കൊണ്ടുവന്ന് നരിപ്പുറത്താ പട വരുന്നത്. അതുവരെ നരിനെയും പൂച്ചനെയും മറ്റേ ആനയൊന്നും ഒതുക്കുന്ന ആളുണ്ടായില്ല. അപ്പം അതിനൊരു ഇതാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മോയിൻ ബാപ്പുവിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിൻ്റെ സംക്ഷിപ്തം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞാൽ അത് ശരിയാവും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ന്യൂമോണിയ പിടിച്ചിട്ട് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം മുന്നേ കുടുംബം പറഞ്ഞിട്ട് കൂട്ടാക്കാതെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതാണ്. ഇത് കുടുംബം ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്നോട് പ്രത്യേകം പറഞ്ഞാണ്. അതുകൊണ്ട് വാസോട്ടൻ്റെ ഉറപ്പിൽ വിടുകയാണ്. അതുകൊണ്ട് ആണ് ഞാൻ ഈ ബലപ്രയോഗം നടത്തുന്നത്. അപ്പോൾ ഇതിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് കൊണ്ട് ഏൽപ്പിക്കണം. അതുകൊണ്ട് ഈ ന്യൂമോണിയ തന്നെ ഒരു വലിയ അപകടം പിടിച്ച രോഗമാണ്. അത് തലച്ചോറിന് ആഘാതം ഏൽപ്പിക്കും. പിന്നെ മോയിൻ ബാപ്പു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്രമപ്രവൃത്തമായിട്ട് അങ്ങനെ പറയുന്ന ആളുമല്ല. പക്ഷേ അദ്ദേഹത്തിനെ അദ്ദേഹമാക്കിയത്, അദ്ദേഹത്തിനെ ഇവിടെ ഈ സീറ്റിൽ എത്തിച്ചിരിക്കുന്ന ഒരു മഹാഗുണമുണ്ട്. ആ ഗുണത്തിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പഴയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി 48-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം. കോയപ്പത്തൊടി എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരുണ്ടാവില്ല നമ്മൾ. ആ കോയപ്പത്തൊടി കുടുംബത്തിലെ ഇന്നത്തെ സീനിയർ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ. അദ്ദേഹം പക്ഷേ പാവപ്പെട്ടവരുടെ ഇടയിൽ കഴിയാവുന്ന ഗുണങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. പക്ഷേ ഇപ്പം മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. അത് പ്രായം വരുത്തിയതാണ്. ഇപ്പം ആണെന്ന് വെച്ചാൽ ന്യൂമോണിയ കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ടും കാലാകാലം എൻ്റെ സുഹൃത്തായിട്ടും ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ഗുണം. ഞങ്ങൾ നിരാഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒമിറ്റിയിൽ എരിയിലാണ്. ആദ്യത്തെ 26 ദിവസം ഗൃഹ സമരം നടത്തിയപ്പോൾ ഞങ്ങൾ കലക്ടറൊക്കെ വന്നു. നമ്മുടെ പ്രിയപ്പെട്ട നയനാർ, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ 3-4 വർഷമാണ് അദ്ദേഹം നെല്ലിക്കോട്ട് താമസിച്ചത്. പരിഹാസമായിരുന്നു. വെസ്റ്റിൽ കുറച്ച് സമയം പിന്നെ താമസിച്ചപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ അവർക്ക് വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് അദ്ദേഹം നയനാർ ഇവിടെ വന്നത്. ഞങ്ങൾ നെല്ലിക്കോട് കൊണ്ടുപോയി താമസിപ്പിച്ചു. അന്ന് ഞാനും അദ്ദേഹം കൂടി ജോലിക്ക് പോയിരുന്ന ആ അരൽത്ത് പാലം, ആ തെങ്ങിൻ്റെ പാലമാണ്, അതും കടന്നിട്ട് ഞങ്ങൾ അവിടെ മാനാഞ്ചറിൻ്റെ അടുത്ത് എത്തിയാൽ അദ്ദേഹം ദേശാമാനിലേക്കും ഞാൻ കോമൺവെൽത്തിലേക്കും. അങ്ങനെ അടുപ്പുള്ള ആ മനുഷ്യൻ ഇവിടെ വന്ന് കലക്ടറെ അയച്ച് ആ സമരം തീരുന്നത്. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഈ മനുഷ്യനെ കൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇവിടുന്ന് രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഈ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
അദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് എന്താണെന്നറിയോ? ഗ്രോ സമരം ഫ്യൂസായി പോയി എന്നാണ്. എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി. 26 ദിവസം പട്ടിണിക കിടന്ന ആ മനുഷ്യരുടെ സ്ഥിതി എന്തായിരിക്കും? 14ഓളം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഞങ്ങൾ നിരാഹാരം തുടങ്ങുന്നത്. മറ്റ് തൊഴിലാളി യൂണിയനുകളൊന്നും യോജിക്കില്ല എന്നുള്ള അതിൻ്റെ കോർഡിനേഷൻ ഇറങ്ങിപ്പോന്നിട്ടാണ് ഞങ്ങൾ ആ സമരം ചെയ്യുന്നത്. എന്തായിരിക്കും ഞങ്ങളുടെ സ്ഥിതി എങ്കിൽ അത് വെച്ചിട്ട് രണ്ടാമത് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് തിരുവനന്തപുരം വരെ പ്രചരണ ജാഥ നടത്തി. ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലും പിന്നീട് ഇദ്ദേഹം ഈ കോഴിക്കോട്ടും സമരം തുടങ്ങി. 33 ദിവസം വരെ പലരും മോയിൻ ബാപ്പുവിനെ പലരും അത് മാറ്റാൻ വേണ്ടി, ഞാനിവിടെ ഇല്ല, ഞാൻ ആ സ്ഥിതിയിൽ മാറ്റാൻ പറ്റുന്ന വിചാരിച്ചു. പക്ഷെ മോയിൻ ബാപ്പു എന്തുമാത്രം ഉറച്ചു നിന്നു എന്നുള്ളത് ഞാൻ ഓരോ സമയവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉറപ്പാണ്. ജീവിതത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ 33 ദിവസം ഞാൻ അവിടുന്ന് നിരാഹാരം പിൻവലിച്ച് ഇങ്ങോട്ടേക്ക് നിർദ്ദേശം കൊടുക്കുന്നത് വരെ മോയിൻ ബാപ്പു പല പ്രലോഭനങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായി, മാനേജ്മെൻറ്റിൽ നിന്നുണ്ടായി, മറ്റ് യൂണിയനുകളിൽ നിന്നുണ്ടായി. മോയിൻ ബാപ്പു പറഞ്ഞു നടക്കില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇതാണ് മോയിൻ ബാപ്പു. അദ്ദേഹം എവിടെ അനീതി കണ്ടാലും അദ്ദേഹം പ്രതികരിക്കും. അത് അത്ര ശാസ്ത്രീയമായിട്ടൊന്നും ആയിരിക്കില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കും. അതിൽ മാർക്സിസം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മാർക്സിസമാണ്. പക്ഷെ നീതി അനീതിയും തമ്മിലുള്ള പോരാട്ടത്തിൽ അതെവിടെയായാലും മോയിൻ ബാപ്പു ഉണ്ടോ, മോയിൻ ബാപ്പു അതിന് പ്രതികരിച്ചിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അത് തന്നെയാണ് ഇവിടെ ഈ കസാലയിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത. ഒരു 4 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ സൗഹൃദം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഉദാഹരണം ലോകത്തുണ്ടാവുള്ളൂ, വാസുവേട്ടനും മോയിൻ ബാപ്പു. 4 കൊല്ലം കൂടെ വാസുവേട്ടൻ കഴിഞ്ഞാൽ, അതിലപ്പുറം കഴിയട്ടെ, വാസുവേട്ടൻ 100 വയസ്സാവും, ബാപ്പു സാഹിബിന് ഒരു 110 ആവും. അങ്ങനെ വേറൊരു ഉദാഹരണം നമുക്ക് കണ്ടിട്ട് ബലപ്രയോഗത്തിലൂടെയാണ് ഇപ്പം മൈക്ക് പിടിച്ചെടുത്തത്. കാരണം ഈ മുതലിനെ തിരിച്ചവിടെ കൊണ്ടെത്തിക്കണമെന്ന് വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് വന്നതാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മൾ മോയിൻ ബാപ്പുവിനെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര യാഥാസ്ഥിതികനായ ഒരു മുസ്ലിമാണ്. പോരാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളൊന്നും ആയിരിക്കില്ല. കാരണം ഒരു ഇസ്ലാമിന് പോരാടുന്നതിൻ്റെ പോരാട്ട വീര്യം കിട്ടുന്ന ഒരു ഫിലോസഫി അതിലുണ്ട്. പല ഇസ്ലാം പണ്ഡിതന്മാരും അത് വിസ്മരിക്കുമെങ്കിൽ പോലും. പക്ഷെ മോയിൻ ബാപ്പു എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മതം ആ അർത്ഥത്തിൽ മോയിൻ ബാപ്പുവിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി വാക്ക് പറയാം. വേണ്ടേ? പിന്നെ ഇപ്പം എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് 4-5 കൊല്ലമായി നോമ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാനും ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ ഓരോ മൂല്യന്മാർ കൊണ്ട് സൽക്കരിക്കും പ്രസംഗിക്കാൻ. അപ്പോൾ ഒക്കെ പോയി പ്രസംഗിച്ച് വിചാരിച്ചിട്ട് ഞാൻ മരിച്ചൊന്നും പോകില്ല. ഞാൻ മാക്സിമം കഴിക്കേണ്ടത് 4-3 ഉയിന്ന് വേണം. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ വെള്ളമാണ് എൻ്റെ തലയിൽ. അപ്പം ആ നിലക്കാണ് എൻ്റെ ഊരൻ്റെ എല്ലിൻ്റെ കഥ പറയാൻ കാരണം. ലോകത്ത് ആരാണ് ഇവിടെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഒരു ഡോക്ടർമാരോട് തെളിയിക്കാൻ പറയും. ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പം ഇവിടെ ഇപ്പം എല്ലാവർക്കും വാസുവേട്ട ഇതായതുകൊണ്ട് ഞാൻ പിന്നെ രംഗത്തേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ പറയാ, ഇവിടെ ഞാൻ പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത്. അതായത് ഇന്ന് കൊണ്ടോട്ടിയിലെ പാപ്പൻ്റെ മൂത്ത മകൻ്റെ പേരക്കുട്ടിയാണ് ആ ഭാഗം നോക്കുമ്പോൾ. ഇപ്പം ഈ കോഴിക്കോട് ജില്ലയിൽ 100 ആന വളർത്തിയ ആളാണ് എൻ്റെ കുഴപ്പത്തൊടി എന്ന് പറഞ്ഞ ആൾ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അത് പിന്നെ ഇവർക്ക് നമുക്ക് അവസരം പോരെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇവരുടെ ഈ പ്രണയ ചാവല്യം കാണുമ്പോൾ
ഇനി എന്താ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം വാസുവേട്ടനോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ, എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇടപെടുന്ന ആളാണ് വാസുവേട്ടൻ. പക്ഷെ വാസുവേട്ടൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റ് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, വാസുവേട്ടനുള്ള വലിയൊരു ബഹുജന അടിത്തറയാണ്. വാസുവേട്ടൻ രാത്രി, വാസുവേട്ടൻ്റെ ഒരു സംഘമുണ്ട്, അവരെ കൂടെ മീൻ പിടിക്കാൻ പോകും. വാസുവേട്ടൻ തിരുവാതിരയ്ക്ക് സെറ്റായിട്ട് കളിക്കാൻ പോകും. പഴയകാലം ഫുട്ബോൾ കളിക്കാൻ പോകും. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും നോക്കാതെയാണ്. അതിന് വലിയൊരു സംഘമാണ് ഇവരെ ആ കോട്ടുപള്ളി, കുതിരവട്ടം, പൊറ്റമ്മൽ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാസുവേട്ടനൊരു ഒറ്റയാൾ പട്ടാളമായിട്ട് അവിടെ നിൽക്കുന്നത്. അവിടെ ഏത് പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കോടതിയിലല്ല ആൾക്കാർ പോവുക, വാസുവേട്ടൻ്റെ അടുത്താണ് പോവുക. അങ്ങനെയുള്ളൊരു മനസ്ഥിതി രൂപപ്പെടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് വാസുവേട്ടൻ്റെ ഈ ഫിലോസഫി തന്നെയായിരിക്കും, കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി തന്നെയായിരിക്കും. അതാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? മാർക്സിസം, ലെനിനിസം, അതാണ് നമ്മൾ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന സിദ്ധാന്തമായിട്ട് പറയുന്നത്. ഇപ്പോഴ് മാവോയിസ്റ്റുകൾ പറയുന്നത് മാർക്സിസം ലെനിനിസം മാത്രം പോരാ, മാർക്സിസം ലെനിനിസം മാവോ ചിന്ത എന്ന രീതിയിൽ അതിനെ അവർ വിപുലീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ ഏറെക്കുറെ 1968 ആദ്യമാണ് മാവോയിസ്റ്റ് വിഭാഗത്തിലേക്ക് അതിൻ്റെ ആശയം സ്വീകരിച്ചിട്ട് പോകുന്നത്. ഇതിൽ അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിൽ സംഗ്രഹിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മാർക്സിസം ലെനിനിസം എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഈ മാർക്സിസം ലെനിനിസം ഓരോ രാജ്യത്തെ, മാർക്സിസത്തിനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞാലും അത് ഓരോ സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായി പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അനുയോജ്യമായി മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക എന്നതാണ് മാവോ അതിന് കൊടുത്ത വിശദീകരണം. മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക, മാർക്സിസം ലെനിനിസം മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക. ഇതൊരു പക്ഷേ ഇവിടുത്തെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ആ വാക്ക് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഈ മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക എന്നത് മാവോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മാറ്റിത്തീർത്ത് പ്രയോഗിക്കലാണ് ലെനിൻ ചെയ്തത്, മാറ്റിത്തീർത്ത് പ്രയോഗിക്കലാണ് മാവോ ചെയ്തത്. ഈ ഇന്ത്യക്ക് അനുയോജ്യമായി ഇതിനെ മാറ്റിത്തീർത്ത് പ്രയോഗിക്കാൻ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിട്ടില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായം വന്നതിന് ശേഷമാണ് ഞാൻ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ ഉപജാപത്തിൽ നിന്നും അവരുടെ സവർണ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അവരുടെ സവർണ പ്രത്യയശാസ്ത്ര ഗൂഢാലോചനകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അത് 1982 ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോരുന്നത് 1967 ആദ്യം 68 ആദ്യം. അപ്പം ഇവിടെ ഉള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞാണ്. അതായത് ഈ മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക, ഈ മാറ്റിത്തീർത്ത് പ്രയോഗിക്കാൻ 1967 ഒരു പരിശ്രമമുണ്ടായി. പക്ഷെ അതിനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായുള്ള രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്ര സമരം അന്ന് സംഘടിപ്പിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് കാര്യത്തിനെ സംബന്ധിച്ച് അടിത്തറയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയില്ല എന്നുള്ളതാണ് 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു തൊഴിലാളിയായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഒരു 10-20 കൊല്ലം 30 കൊല്ലമായിട്ട് അംബേദ്കർ കണ്ടത് മുതലാണ് ഞാനത് എൻ്റെ 1982 നക്സലൈറ്റിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ മാർക്സിസം ലെനിനിസം മാറ്റിത്തീർത്ത് പ്രയോഗിക്കുന്നു എങ്കിൽ, അതിന് ഒരു മനുഷ്യർ പരിശ്രമിക്കുന്നു എങ്കിൽ അവരാദ്യമായിട്ട് കണ്ടെത്തേണ്ടത് ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിൽ നിന്ന് അവർ തുടങ്ങണം. ജാതി സമ്പ്രദായം എങ്ങനെ രൂപം കൊണ്ടു,
അത് എത്രായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത് രൂപം കൊണ്ടത്. ജാതി സമ്പ്രദായം രൂപപ്പെടാനുള്ള കാരണമെന്ത്? ഉൽപാദനോപാധികളും ഉൽപാദന ബന്ധങ്ങളുടേതായിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് രൂപപ്പെട്ടതാണ് ജാതി എന്നാണ് മാർക്സിസം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിൽ ഈ ഇന്ത്യയിൽ എപ്പോഴാണ് ജാതി രൂപപ്പെടാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഉൽപാദന ശക്തികൾ, ഉൽപാദനോപകരണങ്ങൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉൽപാദനോപകരണങ്ങൾ മനുഷ്യൻ്റെ അത് ഉപയോഗിക്കാനുള്ള ശേഷി. അപ്പം ആ രീതിയിലുള്ള ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടത് എല്ലാ രാജ്യങ്ങളിലും അത് വർഗങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വർഗങ്ങളെ എങ്ങനെ ജാതിയായി, ആ ജാതിനെ എങ്ങനെ ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളിൽ എങ്ങനെ നിലനിർത്തി, അതിൻ്റെ ബേസിക്കലായിട്ടുള്ള കാരണമെന്ത്? ഇങ്ങനെ ഉള്ള അപഗ്രന്ഥനത്തിലൂടെ ഈ രാജ്യത്തെ മുഖ്യ ശത്രുവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നും അപ്പോൾ മാത്രമേ സഖ്യശക്തികളെ സംബന്ധിച്ച് നമ്മൾക്ക് ധാരണ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ധാരണ കിട്ടിയതിന് ശേഷമാണ് ഞാൻ മാവോയിസ്റ്റുകളിൽ നിന്നും രാജിവെക്കുന്നത്. അപ്പം ഇവിടെ പ്രത്യയശാസ്ത്രപരമായിട്ടാണ് ഇത്. 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ല, 2 മിനിറ്റ് കൊണ്ട് വേറൊരാളെ ബോധ്യപ്പെടുത്താവുന്ന പ്രശ്നമല്ല. അംബേദ്കറുടെ ഒരു വാക്കുണ്ട്, വളരെ പെട്ടെന്ന് പിന്നെ അതിനെ സംബന്ധിച്ചൊരു ധാരണ കിട്ടും. പക്ഷെ അതിൻ്റെ ആഴങ്ങളെ സംബന്ധിച്ച് ആർക്ക് ആ ധാരണ കിട്ടും? ബ്രാഹ്മണൻ്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടരും. ഈ വാക്കിൻ്റെ വൈപുല്യം എന്താണ്, അതിനെ സംബന്ധിച്ച അതിൻ്റെ ആഴങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഭാവിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ അത് ബോംബിട്ട് തകർക്കണ്ട, കത്തിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഭസ്മം പോലും കാണിക്കരുതെന്നാണ്. ഇത്രയും മഹത്തായ ഒരു കൃതി ഇത്തരം പൂജ ചെയ്യുന്ന കൃതികൾ ചുട്ടുകരിക്കണമെന്ന് പരസ്യമായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു. നമ്മളാണെച്ചാലോ, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ജാതകമാണ് ആദ്യം തന്നെ. ആ എനിക്കും ഉണ്ടായിരുന്നു ജാതകം. ഞാൻ 15ാമത്തെ വയസ്സിൽ ഞാനും അഞ്ചനും കൂടി അമ്മൻ്റെ പെട്ടിയിൽ നിന്ന് കട്ടെടുത്തിട്ടാണ് കത്തിക്കുന്നത്. അതെന്തോ ഒരു വലിയ കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയെനിക്കൊണ്ടാണ്. പക്ഷെ ഇന്നാണ് അതിൻ്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. എവിടെ നിന്നാണ് ഈ അന്നപ്പം നമ്മൾ മന്ത്രവാദികളെ വഴി നടക്കുകയാണ്. ഈ മന്ത്രവാദികളെ വഴി നടക്കുന്നവൻ ജാതകമായിട്ട് പണിക്കരെ എടുത്ത് പോവും. പണിക്കർ നേരെ മന്ത്രവാദിക്കാണ് റെഫർ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജാതകം അവൻ്റെ പെട്ടിയിലാണ്. കല്യാണം കഴിക്കുന്നേരം, വലിയൊരു കാര്യം ചെയ്യുന്നേരം, വ്യാപാരം ചെയ്യുന്നേരം മുസ്ലിമുകളെ കുറ്റം പറയും. വ്യാപാരം ചെയ്യേണ്ടത് അതാത് സമയത്ത് ചെയ്തതിന് 3 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ്റെ ശുക്രദശ വന്നിട്ട് ചെയ്താൽ മതിയോ? പരാജയപ്പെടുന്നു. അതിന് മാപ്പിളാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. മുഖ്യ ശത്രു എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഈ ബോധ്യപ്പെടലിനെ സംബന്ധിച്ച് എത്താവുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 1982 മുതൽ ഞാൻ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ വ്യക്തമായി എഴുതിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ പിന്നെ ഇപ്പോഴുണ്ട്. ആ കാര്യത്തിനെ സംബന്ധിച്ച് ഞാൻ വാസ്തവത്തിൽ വളരെ മുമ്പ് തന്നെ കോഴിക്കോട്ട് ഒരു വലിയ പൊതുയോഗം, ഒരു പക്ഷേ AKGൻ്റെ ഇതിനൊക്കെ ഞാൻ കണ്ടല്ലോ, ഞാൻ അൻപരന്ന് പോയിക്കുന്നു. ഞാൻ തന്നെ വിളിച്ചു ചേർത്തിയതാണ്. ആ പോസ്റ്റർ ഒട്ടിച്ചിന് ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന് പോസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് നക്സലൈറ്റുകൾ കൊള്ളക്കാരായിരുന്നു. ഞങ്ങൾ ജയിലിൽ നിന്ന് വന്ന ഉടനെ അത് ഇതിൽ ഏറെക്കുറെ 10,000-കണക്കിന് ആൾക്കാർ, റോഡ് നിറഞ്ഞു, ഹോള് നിറഞ്ഞു, പരിസരം നിറഞ്ഞു. അങ്ങനെയുള്ളവർ ആ യോഗത്തിൽ ഞാൻ മാസത്തിൽ ഈ കാര്യം ഏറെക്കുറെ അംബേദ്കർ കാണാതെ തന്നെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാ പാർട്ടികളുടെയും തലപ്പത്ത് ബ്രാഹ്മണരാണ്. നയരൂപീകരണ സമിതി പൂർണ്ണമായിട്ട് ബ്രാഹ്മണരാണ്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇതിനെ സംബന്ധിച്ച് പരോക്ഷമായിട്ട് സ്പർശിക്കേണ്ടത് അത് 1967 അവസാനം 1968 ആദ്യമാണ്. ഈ രാജ്യത്തെ ഒരു അന്ന് EMSനെയാണ് ഞാൻ പരമാവധി ഉന്നം വെച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖ്യ വൈരുദ്ധ്യത്തിനെതിരായിട്ടുള്ള കാര്യം, അദ്ദേഹം പിന്നെ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസത്തിലേക്ക് പോവുകയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനം, ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ ആ ചിന്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു 4-5 പുസ്തകം ഞാൻ വാങ്ങിക്കൊണ്ടുപോയിട്ട് അതിലൊക്കെ ഓരോന്നിലും 10-30 ചോദ്യോത്തരങ്ങളാണ്.
അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അവിടെ സ്റ്റേജിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഭ്രാന്തായി, EMS തൊടാൻ പാടുള്ളല്ലോ, കയറി വന്ന് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞാലേ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പം അന്ന് മുതൽ ഈ പ്രശ്നത്തിനെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ഈ ധാരണക്കനുസരിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പൊതുയോഗത്തിൻ്റെ സംബന്ധിച്ചിട്ട് ജയിലിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സവർണ പെറ്റിബുർഷ ബുദ്ധിജീവികളായിട്ടുള്ള നക്സലേറ്റുകൾ അവർ കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സോമശേഖരൻ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചൊരു ധാരണ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ കാര്യത്തിനെ സംബന്ധിച്ച് മനസ്സിലാകാതെ സംഗ്രഹിച്ച് ഞാൻ പറയാം, ഈ കാര്യത്തിനെ സംബന്ധിച്ച ഒരു ശരിയായ ധാരണയില്ലാണ്ട് ഈ രാജ്യത്തെ മുഖ്യ ശത്രു ആരാണെന്നറിയാതെ, ആരാണ് ശത്രു ആരാണ് മിത്രം, ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മാവോ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വർഗ വിശകലനം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് വിപ്ലവവും. അപ്പം ഇതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മാത്രം ചെയ്താൽ പോരാ. പരമാവധി നിസ്വാർത്ഥമായിട്ട് ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ സേവിക്കാൻ ഈ രാജ്യത്ത് ആളുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. അങ്ങനത്തെ ഒരു നേതൃത്വം ഉണ്ടെങ്കിലേ അത് സാധ്യമാവൂ. മാർക്സിസം ലെനിനിസം ഉണ്ടായതുകൊണ്ട് ഒരു രാജ്യത്തും വിപ്ലവം വിജയിക്കാൻ പോകുന്നില്ല. അതിനെ പ്രയോഗിക്കുന്നത് ആര് എന്നുള്ളതാണ്. തോക്ക് നിങ്ങൾക്ക് ഒരു മാരകായുധമാണ്. നിങ്ങൾക്ക് അതിന് ശത്രുവിനെ വെടിവെച്ചുള്ള മിത്രത്തിനെയും വെടിവെച്ചുള്ള. അതുകൊണ്ട് മാർക്സിസം ലെനിനിസം മഹത്തായ ഒരു ആയുധമാണ്. ആ ആയുധത്തിനെ ശരിയായി, അതായത് അതിനെ മാറ്റിയ ഓരോ രാജ്യത്തിൻ്റെയും പരിതസ്ഥിതിക്കനുസരിച്ച് സമയത്തിനും സ്ഥലത്തിനും അനുസരിച്ച് മാറ്റി തീർത്ത് പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. ഇവിടെയാണ് ഞാനും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന നക്സലൈറ്റുകളൊക്കെ ആയിട്ടുള്ള വലിയ അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം ഇന്നൊന്നിൽ തുടങ്ങിയല്ല. ജനങ്ങളത് ഒരു പക്ഷേ അറിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പത്രമല്ല പ്രസംഗിക്കൽ തന്നെ ഒരു അരമണിക്കൂർ പ്രസംഗിക്കുമ്പോഴത്തെ എനിക്ക് ശ്വാസം മുട്ടും. ഇന്നൊരു പക്ഷേ ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട് രാത്രി കിടന്നുറങ്ങുന്നത്. അപ്പം ഞാനിതൊന്നും പരിഗണിക്കാറില്ല. പക്ഷേ ഇപ്പോഴത് പറയേണ്ടി വന്നതുകൊണ്ട് ഞാനത് പറയുന്നു. ഈ കാര്യം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സൂചന തന്നെങ്കിലും എൻ്റെ സംസാരത്തിന് തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ആ അംബേദ്കറുടെ മഹത്തായ വാക്ക്, ബ്രാഹ്മണൻ്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം, ആയിരക്കണക്കിനല്ല കോടിക്കണക്കിനാണുള്ളത്, അതിനെ മുഴുവൻ ഒരു ഒറ്റ വാക്കിൽ വെടിവെച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹം. ബ്രാഹ്മണൻ്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടങ്ങും. അതിൻ്റെ മനഃശാസ്ത്രപരമായ ഭാഗം, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഭാഗം നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. വാസോട്ട അവസാനമായിട്ട്, അതായത് ദീർഘമായി വാസോട്ടൻ സംസാരിച്ചു. ബാപ്പു സാഹിബിലധികം സംസാരിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സംസാരിച്ചില്ല. എങ്കിലും ഈ പോരാട്ട സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് തിരിച്ചടികൾ രാഷ്ട്രീയ തലത്തിലും പാർട്ടി തലത്തിലും വ്യക്തിപരമായിട്ടും ഒക്കെ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവും വാസുവേട്ടൻ പ്രത്യേകിച്ചും. അപ്പോൾ അതൊക്കെ നിർത്തിപ്പോയി കളയാം, മതി, ഇനി പോരാട്ടമൊന്നും വേണ്ട, മര്യാദയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരു തവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചടികൾ ഉണ്ടായത് ഒരു തവണയല്ലല്ലോ. ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ ഏറ്റെടുക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രശ്നം, ആ പ്രശ്നം സമ്പന്നർക്ക് അന്ന് എന്തും ചെയ്യാവുന്നൊരു കാലം. നിങ്ങൾക്കറിയാം, ഒരു 80 വർഷം മുമ്പുള്ളത് കാര്യങ്ങൾ. 80 വർഷം മുമ്പ് അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ നാടുവാഴികൾക്കും സമ്പന്നർക്കും ചെയ്യാൻ പറ്റാത്ത എന്താണുള്ളത്? പോലീസുകാർ അവരുടെ കീശയിലാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് എൻ്റെ തൊട്ടയൽവാസിയായിട്ടുള്ള ഒരു സമ്പന്നൻ, ആ സമ്പന്നൻ അവിടെ സഹായിക്കാൻ ചെന്ന, അവരുടെ അമ്മേനെ സഹായിക്കാൻ ചെന്ന ഒരു പെൺകുട്ടി, തൊട്ടയൽവാസി, ആ കുട്ടിക്ക് ഗർഭമുണ്ടായി. അവരെ ഗുരുവായൂർ കൊണ്ടുപോയി മാലയിട്ടിട്ടൊക്കെയാണ് വിശ്വസിപ്പിച്ചത്. പക്ഷേ
കുഞ്ഞായപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ. ആരും അംഗീകരിക്കുന്നില്ല. ആ പരിസര പ്രദേശങ്ങളിലാണെന്ന് വെച്ചാൽ ആ സമ്പന്നൻ്റെ പിന്നെ ഭാഗമാണല്ല എന്നുവെച്ചാൽ അത് എന്തിനെ പോയി. ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടീനോട് അവിടെ പോകരുത്, ആ ചെക്കൻ മോശമാണ്, ഇങ്ങനെയൊക്കെ ന്യായീകരണം. പക്ഷേ ഞാൻ ആ പ്രശ്നത്തിൽ ഉറച്ചൊന്നു. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും പ്രശ്നമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിലെ ഒരു വിഭാഗത്തിലും വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം. അന്നത്തെ ബോധത്തിൻ്റെ നിലവാരമാണത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ആ പ്രശ്നത്തിന് പിടിച്ചു കൊണ്ടുവരികയും അത് മാത്രമല്ല ഞാനത് അറിയുന്നതാണെന്ന് വെച്ചാൽ ഈ സംഭവം കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ ആങ്ങളെന്നെ അടിച്ച് പരിക്കേൽപ്പിച്ച് മരിച്ചു പോകുന്നുള്ള നിലക്ക് ഓടിക്കളഞ്ഞ ആ കുട്ടി എൻ്റെ മോനെ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളിച്ചു കൊണ്ടുള്ള ഒരു അമ്മയുടെ നിലവിളി കേട്ടിട്ട് ഒരു ദിവസം ഞാൻ ഉണരുന്നത്. അങ്ങനെയാണ് ഞാൻ അത് ഏറ്റെടുക്കുന്നത്. എന്തായാലും അവരൊക്കെ പിന്നെ സമ്പന്നനെ മര്യാദ പഠിപ്പിച്ചു. അവർ പിന്നെ ആ കുഞ്ഞിനെ വിഷം കഴിപ്പിച്ച അമ്മനെ മര്യാദ പഠിപ്പിച്ചു. എല്ലാവർക്കും പിന്നെ വാസ്തവത്തിൽ ഇതിങ്ങനെ നീ പോവില്ല ഈ പ്രദേശം എന്നും ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ വലിയ തിരിച്ചടിയാണ് എനിക്കുണ്ടായത്. ആ കുട്ടിക്ക് 27 സെൻറ്റും ഒരു വീടും അവസാനം മധ്യസ്ഥം വന്നു. ആ മധ്യസ്ഥത്തിന് മുന്നേ തന്നെ അവരുടെ പിന്നെ പെൺകുട്ടിയുടെ ആങ്ങളാനെ വളച്ചെടുത്തു. ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട്, ഇതിന് സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അഡ്വക്കേറ്റ് ഭാസ്കർ നായരുടെ മുന്നിൽ എത്തിയിരിക്കുന്ന മധ്യസ്ഥം നമ്മുടെ മറ്റേ മോഡേൺ ഹോട്ടലിൻ്റെ അന്നത്തെ ഉടമസ്ഥനാണ് അവരുടെ ഭാഗത്ത് വന്നത്. അവസാനം ഇവർ വന്നില്ല, പഞ്ചായത്തിന് ഇവർ വന്നില്ല. ഞങ്ങൾ കാത്തുനിന്ന് മുഷിച്ചു. അവസാനം ആങ്ങളെ വന്നിട്ട് എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഇതിന് നിൽക്കണ്ടെന്നാണ് എൻ്റെ അമ്മാവൻ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു അമ്മാവൻ നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴാണോ കാണേണ്ടിയിരുന്നത്. എന്തായാലും ഞാൻ ഇപ്പുറം വന്നിട്ട് ഭാസ്കരനാരോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ്, നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചു. എന്തായിരിക്കും എൻ്റെ അന്നത്തെ സ്ഥിതി എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ആ തരം നിരാശകളൊന്നുമില്ലാതെ തന്നെ ഞാൻ പിന്നീട് ഭാസ്കരനാർ പറഞ്ഞു ഞാനിത് നിർത്തുകയാണ്. ഈ കേസുകൾ 2-3 കേസുകളുണ്ട്. ഞാൻ പറഞ്ഞു വക്കീലെ നിർത്തരുത്, അവരുടെ ബോധത്തിൻ്റെ നിലവാരമാണ്. എനിക്ക് അന്നത് പറയാൻ കഴിഞ്ഞെന്നുള്ളത് ഞാൻ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. അവരുടെ ബോധത്തിൻ്റെ നിലവാരമാണത്. നിങ്ങളത് ചെയ്യണം. ഈ കേസുകൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. എന്തായാലും പിന്നീട് അതിൻ്റെ ഇടയിൽ പിന്നെ കസാലയും മേശയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ജെറ്റ് ചെയ്ത് 1000കണക്കിന് ഉറുപ്പിക ഞങ്ങൾ അവരൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ മധ്യസ്ഥമില്ലാതെ ഞാൻ ജയിലിലെത്തിയിട്ട് തിരിച്ചു വരുന്നേരം ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് തള്ള നമ്മൾ കയറി വന്നു. വാസോട്ട എനിക്കൊന്നും കിട്ടിയില്ല. എന്തായിരിക്കും ശരി, എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അവനെല്ലാം വിറ്റിട്ട് ബാങ്കിലിട്ട് കഴിഞ്ഞു പോകണം. അപ്പം അന്ന് തൊട്ടിട്ട് ഞാൻ പരാജയങ്ങളെ രുചിക്കുന്നുണ്ട്. പക്ഷേ വലിയ സംഭവങ്ങളുണ്ടായി. ഇപ്പം തന്നെ അറിയാലോ, ഗൃഹസമരത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ടേലിയ എന്ന് പറഞ്ഞ മിർല കഴിഞ്ഞാലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നേരം ഇത് ഓപ്പൺ ചെയ്യാൻ, ഞങ്ങളുടെ ആ ത്യാഗത്തിൻ്റെ ബലം ആ ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവർക്ക് റോ മെറ്റീരിയലായിട്ട് അവർ പൂട്ടിക്കളഞ്ഞാണ്. അതിന് തൊഴിലാളികൾ നേതാക്കന്മാർ പണിമുടക്കി കൊടുത്തിരിക്കുകയാണ്. 3 കൊല്ലം കടുത്ത ദുരിതം അനുഭവിച്ച് തൊഴിലാളികൾ. അവസാനം അതിൻ്റെ സമരത്തിനെ സംബന്ധിച്ച ഒരു പക്ഷേ പുസ്തകം എഴുതാൻ അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അതിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒപ്പിടാൻ ആ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ സാബു RN സാബു അദ്ദേഹം എന്നെ കൊട്ടേഷൻ ചെയ്തതാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സംസ്കാരം കൊണ്ട്, പോലീസുകാർ എൻ്റെ പരമശത്രുക്കളായിരുന്നു, പക്ഷേ അവരെൻ്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ടാണ് കൊട്ടേഷൻ ഞാൻ രക്ഷപ്പെടുന്നത്. എന്തായാലും ആ RN സാബു അവിടെ വെച്ചിട്ട് സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ചാടി വന്ന് എന്നോട് പറഞ്ഞു, മിസ്റ്റർ വാസു, മണ്ടേലിയ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ടേലിയനെ തൊഴിലാളി നേതാക്കന്മാർക്ക് കാണണമെങ്കിൽ അവിടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം വെച്ചാൽ കമന്ന് കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കണം.
അങ്ങനെയാണ് അത് കാണൽ. ഇത് മണ്ടയിൽ എന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഞാനും മോയും ബാപ്പും അടുത്തുണ്ട്, മറ്റ് തൊഴിലാളി നേതാക്കന്മാരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടുന്ന് മണ്ടേലിയ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, മിസ്റ്റർ ബാസു, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ഫാക്ടറി തുറക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളില്ല, അതാണ് എൻ്റെ പ്രതിഫലം, അതാണ് മോയും ബാപ്പുവിൻ്റെ പ്രതിഫലം. നിങ്ങളില്ലായിരുന്നു, ഇത് ഇവരെല്ലാം കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരിവിടെ വന്നിട്ട് ഞങ്ങളാണ് തുറപ്പിച്ചത്, ഞങ്ങളെ ഗവൺമെൻറ്റാണ് തുറപ്പിച്ചതെന്ന്, ഞങ്ങളാണ് തുറപ്പിച്ചതെന്ന് കോൺഗ്രസ്സുകാരും പറഞ്ഞു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പ്രാസംഗികന്മാർ അവർക്കുണ്ട്, പത്രങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ആദ്യമായിട്ടായിട്ട് കേൾക്കുക. ഈ 100 പേരുണ്ട് വെച്ചാൽ 99 പേരും അത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതാണ് പ്രതിഫലം. ഓരോ സന്ദർഭത്തിലും നിരവധി പ്രശ്നങ്ങൾ, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ ഞാൻ ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പോലീസുകാർ പൂട്ടിപ്പോയത്, ചവിട്ടി പൊളിച്ചിട്ട് ആൾക്കാരെ കയറ്റിയത് മുതൽ വിവേകാനന്ദം പ്രശ്നം, ദയാനന്ദ പ്രശ്നം, മീൻചന്തൽ, ഇവിടെ മീൻചന്തലുള്ള ആൾക്കാരുണ്ടാവും. ആ മീൻചന്തൽ പ്രശ്നം മാർക്സിസ്റ്റുകാരുണ്ട്, YFIക്കാരും ഞാൻ ജയിലിലുള്ളപ്പം വലിയ ഒച്ചപ്പാടുണ്ടാക്കി വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയാണ്. പക്ഷെ ഒരു സെൻറ്റ് ഭൂമി ആ കുട്ടീനെ കെട്ടിത്തൂക്കുക, തല്ലിക്കൊന്നിട്ട് ആ ജന്മിമാർ അവരെ അവസാനം ആ സ്ത്രീക്ക് ആ കുടികിടപ്പ് വാങ്ങിക്കൊടുത്ത ഒരു പോരാട്ടം, അത് എൻ്റെ ജീവിതം മുഴുവൻ ഓർക്കുന്ന. അവസാനം അത് കോടതിയോടുള്ള പോരാട്ടമായിരുന്നു. കോടതിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അതോടുകൂടിയിട്ട് അത് അവസാനിക്കുകയും ആ സ്ത്രീക്ക് അത് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയത് മുതൽ നിരവധി കാര്യങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിൽ, പിന്നെ മലപ്പുറം ജില്ലയിൽ, വയനാട്ടിൽ, കണ്ണൂരിൽ, കാസർഗോഡ്, അങ്ങ് കൊല്ലം വരെ ഞാൻ താമസിച്ചുകൊണ്ട് പരിതസ്ഥിതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ആ ജനങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നമായപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ പോരാടിയല്ല, ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. മറ്റ് കളികളിലുള്ള സന്തോഷം സന്തോഷം ഇതുകൊണ്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. അതൊരു ത്യാഗമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടില്ല, അത്ര ഒരു പ്രവർത്തനത്തിനും ത്യാഗമായിട്ട് കണ്ടില്ല. ഏതായാലും ഹോർത്തൂസിൻ്റെ ഈ വേദിയിൽ ഈ 2 മഹാപോരാളികളെ പരിചയപ്പെടുത്താനും നമുക്കൊക്കെ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഏതായാലും ഈ 2 ചെറുപ്പക്കാരും കൂടുതൽ ദീർഘായുസ്സുള്ളവരാവട്ടെ, വീണ്ടും വീണ്ടും അവരുടെ പോരാട്ടം തുടരട്ടെ. മലയാളികൾ നിങ്ങളോടൊപ്പം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ജയ് ഹിന്ദ്.